always ask for a lawyer because ലോയറിൻ്റെ മുമ്പിലോ ലോയറിൻ്റെ കൂടെ ഇരുന്ന് മാത്രമേ നമ്മളെപ്പോഴും പോലീസിന് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാവുള്ളൂ. അറിയാതെ പോലും നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്കെതിരായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യാൻ പറ്റും. അതിനെ സെൽഫ് ഇൻക്രിമിനേറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരോട് തന്നെ ചോദിക്കാം, എനിക്ക് ഒരു ലോയർ വേണമെന്ന് പറയാം. അവർ ലീഗൽ എയ്ഡിൽ നിന്ന് ലോയറെ തരും. അതല്ല നിങ്ങൾക്ക് പ്രൈവറ്റ് ലോയേഴ്സിനെ അറിയാമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലോയേഴ്സിനെ വിളിക്കാം. അവരുടെ പ്രസൻസിൽ മാത്രം ഉത്തരങ്ങൾ പറയാം. നാട്ടിലെ കോർട്ട് സിസ്റ്റം കുറച്ചും കൂടി ഡിലേ ആണ്, അതുപോലെ തന്നെയാണോ ഇവിടുത്തെ കോർട്ട് സിസ്റ്റം? അതെ, ഇവിടെയും ഡിലേ ഉണ്ട്. നാട്ടിലത്തെ പോലെ തന്നെ ഡിലേ ഉണ്ട്. ചില മാറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഫാമിലി മാറ്റേഴ്സൊക്കെ ആണെങ്കിൽ വളരെ ഡിലേ ആണ്. നമുക്കൊരു ട്രയൽ ഡേറ്റ് കിട്ടാൻ തന്നെ, ട്രയൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഹിയറിംഗ് ഡേറ്റ് കിട്ടാൻ തന്നെ ഒരു 12 monthsന് മോളി ചിലപ്പോൾ പിടിക്കും. അതുപോലെ തന്നെ എല്ലാ മാറ്റേഴ്സും ഡിലേ ഉണ്ട്. അത് നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നാട്ടിലാണ് ഡിലേ കൂടുതലെന്നോ ഓസ്ട്രേലിയ എല്ലാം ഫാസ്റ്റ് ആണെന്നോ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡിലേ എല്ലായിടത്തും ഉണ്ട്. സാറ് കൂടുതലും ഓഫീസിലായിരിക്കുമോ അതോ കോർട്ടിലായിരിക്കുമോ? ഡിപ്പെൻഡിങ് നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ചായിരിക്കും. അതായത് ഇപ്പം ഞാൻ ഫാമിലി ക്രൈംസ് അങ്ങനത്തെ ഏരിയാസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആഴ്ച ഒരു 3 ദിവസം കോർട്ടിൽ കാണും. കാരണം കോർട്ടിൽ നമുക്ക് അഡ്വക്കസി ഉണ്ടാവും, അപ്പോൾ കോർട്ട് അപ്പിയറൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോർട്ടിൽ വന്നേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പം വല്ല ഓൺ ദി അതർ ഹാൻഡ് ഈ കൺവെയൻസിങ്ങോ കൊമേഴ്ഷ്യലോ ചെയ്യുന്നവർക്ക് കോർട്ടിൽ അങ്ങനെ ഡെയിലി വരേണ്ട കാര്യമില്ല. അവർക്ക് കൂടുതൽ ഓഫീസ് വർക്ക്, ഡെസ്ക് ജോബാണ്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോർട്ടാണ്. കാരണം ഞാൻ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇവിടുത്തെ കോർട്ട് സിസ്റ്റം നാട്ടിലത്തെ കോടതിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓൾമോസ്റ്റ് സിമിലറാണ്. നമ്മൾ ഈ സാക്ഷി വിസ്താരവും ഇതുപോലെ വാദം പറച്ചിലും എല്ലാം ഇവിടെയും സിമിലറാണ്. പിന്നെ ഐ ബിലീവ് അഡ്വക്കസി ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്രൊഫഷൻ. ബിക്കോസ് നമ്മൾ കോർട്ടിൽ പോയി നമ്മൾ വാദം പറയുമ്പോഴും ആ ഒരു സാക്ഷി വിസ്താരം ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് റിയൽ അഡ്വക്കസി നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, പ്രൊഫഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഞാൻ മിക്കവാറും കോർട്ടിലുണ്ടാവും. എൻ്റെ കൂടെയുള്ള ബാക്കി സ്റ്റാഫുകൾ ഓഫീസിലുണ്ടാവും. അങ്ങനെ പോകുന്നു. ഓക്കെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലോയർ എന്നൊരു പ്രൊഫഷനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സാറിനൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ഷുവർ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്നവരോട് പറയാനുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, പുതിയ ചേഞ്ചസിനെ കുറിച്ച് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. പിന്നെ ഇപ്പോൾ AI വന്നു. AIയുടെ വരവോടുകൂടി കുറേയൊക്കെ ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ എക്സ്പാൻഡ് ചെയ്യുന്നതൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നാട്ടിൽ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. അവിടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൂടുതൽ നോളജ് നമുക്ക് കണ്ട്. പണ്ടൊക്കെ ബുക്ക് നോക്കിയായിരുന്നു നമ്മളൊക്കെ കേസൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് അതിനുള്ള ലീഗൽ പ്രാക്ടീസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ ഗൂഗിളിൽ ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാബേസ് ഉണ്ട് നമുക്ക് കേസ് ലോ റിസർച്ചിനും മറ്റു കാര്യത്തിനും. അപ്പോൾ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ചലഞ്ചസ് എന്നും ഉണ്ടാവും, ഗിവ് അപ്പ് ചെയ്യരുത്. അതാണ് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ ജോയിനിങ് us with us. So we will see you on next episode. Thank you. Thank you for having me today. Thank you for having me today. ആയുർവേദം എന്ന പദം ആദ്യമായി കാണുന്നത് സംഹിതകളിലാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച ശാസ്ത്രം. ഇന്ന് പഞ്ചകർമ്മ ആയുരാരോഗ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ബർദുബായ് പഞ്ചകർമ്മ ആയുരാരോഗ്യ സെന്ററിലെ ഡോക്ടർ ദിൽറുബ എറുകാട്ടിൽ. ഏവർക്കും സ്വാഗതം. ആയുർവേദ ചികിത്സാ രീതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചകർമ്മ ചികിത്സ. സാധാരണയായി ചികിത്സ 2 തരത്തിലാണ് ആയുർവേദത്തിൽ പറയുന്നത്: ശമന ചികിത്സ, ശോധന ചികിത്സ. പഞ്ചകർമ്മ എന്നതുകൊണ്ട് ശോധന ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലെൻസിങ്, ഡീടോക്സ്, ഇൻറ്റേർണൽ ക്ലീനിങ്, ഇതെല്ലാമാണ് പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 പ്രൊസീജിയേഴ്സാണ് പഞ്ചകർമ്മയിലുള്ളത്: വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം. ഇങ്ങനെ 5 ക്രിയകൾ വഴി നമ്മൾ വാതപിത്ത കഫദോഷങ്ങളുടെ സമാനത, അതായത് സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നത്. വമനം പഞ്ചകർമ്മത്തിലെ ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ്. അതായത് കഫദോഷ പ്രധാന അവസ്ഥകളിലാണ് നമ്മൾ കൂടുതലായി വമനം ചെയ്യുക. അതിന് കുറച്ച് ഡിസീസസ് ഉണ്ട്. ചില ഡിസീസുകൾ നോക്കിയിട്ട് നമ്മൾ വമനം ചെയ്യും. അതായത് നമ്മളിപ്പം പ്രീ പ്രൊസീജിയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹപാനം, അതായത് ഒരു ചെറിയ അളവിൽ ഘൃതം കൊടുക്കും, മെഡിക്കേറ്റഡ് ഗീ രോഗിക്ക് കൊടുത്ത് രോഗിയുടെ ബോഡീനെ ഇൻറ്റേർണലി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെയിൻ പ്രൊസീജിയർ വമനത്തിലോട്ട് കിടക്കുക. വമനം ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ രോഗിയെ
സ്നേഹനം, സ്വേദനം എന്നീ പ്രൊസീജിയേഴ്സ് കൂടി ചെയ്യും. അതായത് അഭ്യംഗം, സ്വേദം ഈ 2 പ്രൊസീജിയേഴ്സും ചെയ്ത് രോഗീനെ ശാരീരികമായും ഉള്ളിലും നമ്മൾ സ്നേഹപാനം ചെയ്തതിന് ശേഷമാണ് വമനം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണയായി വമനം അല്ലെങ്കിൽ എമിസിസ് അല്ലെങ്കിൽ വൊമിറ്റിംഗ് നമ്മൾ ചെയ്യുക കഫകാലത്തിലാണ്. അതായത് രാവിലെ 6 to 9 ഈ ടൈം പീരീഡിൽ നമ്മൾ കഫോൽക്ലേശ ഭക്ഷണങ്ങളൊക്കെ രോഗിക്ക് തലേ ദിവസം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ടൈമിൽ നമ്മൾ രോഗിക്ക് യുക്തമായ ഒരു വമനൌഷധം നൽകിയിട്ടാണ് വമിപ്പിക്കുക. അതായത് നോർമലി പാലിലോ അല്ലെങ്കിൽ ഇരട്ടി മധുര കഷായോ ഉപയോഗിച്ചാണ് നമ്മൾ വമനം കൊടുക്കുക. അത് വമനം പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം പശ്ചാത്കർമ്മങ്ങളുണ്ട്. അതായത് ധൂമപാനം, അത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ നമ്മൾ ഡയറക്റ്റ്ലി നോർമൽ ഫുഡ്സ് ഒന്നും കൊടുക്കില്ല. ആദ്യം കഞ്ഞിവെള്ളം, കഞ്ഞി, ചോറ് അങ്ങനെ രോഗിയുടെ ബലം അനുസരിച്ചും അഗ്നിദീപ്തി അനുസരിച്ചുമാണ് നമ്മൾ ഭക്ഷണങ്ങൾ വമനം പ്രൊസീജിയറിന് ശേഷം രോഗിക്ക് കൊടുക്കുക. അതിനാണ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പശ്ചാത്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ വമനം ചെയ്യുക ക്രോണിക് ആസ്മ, ക്രോണിക് മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ഡിസീസസ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക്, പിന്നെ PCOD, ഇൻഫെർട്ടിലിറ്റി, ഒബേസിറ്റി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, പിന്നെ സ്കിൻ ഡിസീസസ് ലൈക്ക് സോറിയാസിസ്, എക്സിമ ഈ ഒക്കെ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ നോർമലി വമനം കൊടുക്കുന്നതും വമനത്തിന് നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള കണ്ടീഷൻസാണ് ഇതെല്ലാം. രണ്ടാമത്തെ പ്രധാന പഞ്ചകർമ്മ ചികിത്സയാണ് വിരേചനം. വിരേചനം എന്നാൽ നമ്മൾ പർഗേഷൻ അല്ലെങ്കിൽ നമ്മൾ രോഗിയെ വയറിളക്കി കളയുന്ന ഒരു ചികിത്സയാണ്. അത് മുമ്പത്തെ വമനത്തിന് പറഞ്ഞ പോലെ തന്നെ അതിനും പൂർവ്വകർമ്മങ്ങളുണ്ട്. പ്രധാന കർമ്മമാണ് വിരേചനം, പിന്നെ പശ്ചാത്കർമ്മങ്ങളും അത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വിരേചനം പ്രൊസീജിയേഴ്സ് ചെയ്യുക. കൂടുതലായുള്ള പിത്തദോഷ പ്രിഡോമിനൻറ്റ് കണ്ടീഷനുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് വിരേചനത്തിന് കൂടുതൽ ഇഫക്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് പിത്തപ്രധാന ഡിസീസസ് എന്ന് പറഞ്ഞാൽ ആസിഡ് പെപ്റ്റിക് ഡിസോർഡേഴ്സ്, നമ്മൾ ഡൈജഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ്. പിന്നെ വിരേചനത്തിന് നമ്മൾ നോർമലി രോഗിയുടെ അവസ്ഥ, രോഗാവസ്ഥ ഇതെല്ലാം അനുസരിച്ച് ഐദർ ചൂർണം അല്ലെങ്കിൽ ഒരു ആവണക്കെണ്ണ പോലെ എന്തെങ്കിലും ഒരു എണ്ണ, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്, അല്ലെങ്കിൽ ത്രിഫല, ഇങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചാണ് വിരേചനം പ്രൊസീജിയർ ചെയ്യുക. അത് വയറിളക്കി കഴിഞ്ഞതിന് ശേഷം രോഗിക്ക് നമ്മൾ പേയാതിക്രമങ്ങൾ കൊടുക്കും. അതായത് ഭക്ഷണ രീതികൾ രോഗിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുക. സ്കിൻ ഡിസോർഡേഴ്സ് ലൈക്ക് പിമ്പിൾസ്, പിന്നെ ഒബേസിറ്റി, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, പിന്നെ വിട്ടുമാറാത്ത വ്രണങ്ങൾ, ഇതിലൊക്കെ വിരേചനം ചെയ്ത് നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടാറുണ്ട്. തേർഡ് പ്രൊസീജിയറാണ് വസ്തി. വസ്തി ആയുർവേദത്തിൽ അർദ്ധ ചികിത്സ എന്നാണ് പറയുന്നത്. അതായത് വസ്തി മേക്സ് ഹാഫ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. അത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് വസ്തി ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയും. അതായത് അർദ്ധ ചികിത്സ എന്നതുകൊണ്ട് തന്നെ വസ്തി അർദ്ധ ചികിത്സ എന്ന ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ ആ വസ്തിയുടെ ഇമ്പോർട്ടൻസ് ആണ് അത് കാണിക്കുന്നത്. വസ്തി 2 രീതികളിലാണ് നമ്മൾ ചെയ്യുക. മാത്രാവസ്തി, കഷായവസ്തി. മാത്രാവസ്തി എന്ന് പറഞ്ഞാൽ സ്നേഹവസ്തി, അതായത് നമ്മൾ ചെറിയ ഡോസിൽ കൊടുക്കുന്ന വസ്തി. അതായത് അത് നമ്മൾ ഇൻറ്റസ്റ്റൈൻസിന് കഷായവസ്തിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാത്രാവസ്തി മാത്രമായിട്ട് നമ്മൾ ചില രോഗാവസ്ഥകളിൽ ചെയ്യും. കഷായവസ്തിയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. വാദപ്രധാന കണ്ടീഷൻസിലാണ് നമ്മൾ നോർമലി കഷായവസ്തി കൊടുക്കുക. അത് രോഗിയുടെ അവസ്ഥ, രോഗാവസ്ഥ ഇതെല്ലാം അനുസരിച്ച് മാതുതൈലിക വസ്തി ആയിട്ട് കൊടുക്കും, ചിലപ്പോൾ രൂക്ഷവസ്തി ആയിട്ട് നൽകും, അല്ലെങ്കിൽ ക്ഷീരവസ്തി ആയിട്ട് നൽകും. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ചും രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചുമാണ് നമ്മൾ കഷായവസ്തി ചെയ്യുക. ഈ കഷായവസ്തി ചെയ്യുന്നതിന് നമുക്ക് പ്രീ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സ്നേഹനം, സ്വേദനം, അതായത് അഭ്യംഗം, സ്വേദമൊക്കെ രോഗിക്ക് കൊടുത്ത് രോഗിയെ ഒന്ന് കംഫർട്ടബിൾ ആക്കി കിടത്തിയതിന് ശേഷമാണ് കഷായവസ്തി പ്രൊസീജിയർ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പശ്ചാത്കർമ്മങ്ങളുണ്ട്. അതായത് രോഗിയുടെ ഭക്ഷണം രീതികളിൽ നമ്മൾ രോഗീനെ കറക്റ്റ് അഡ്വൈസ് ചെയ്യും. അതനുസരിച്ചിട്ട് ഭക്ഷണ രീതികൾ കഴിപ്പിച്ചിട്ടാണ് രോഗീനെ പറഞ്ഞേക്കുക. നോർമലി സ്ലിപ്പ് ഡിസ്ക്, ഷയാറ്റിക്ക, അല്ലെങ്കിൽ ക്രോണിക് ബാക്ക് പെയിൻസ്, പാരാലിസിസ് അല്ലെങ്കിൽ പക്ഷാഘാതം, മോട്ടോർ ന്യൂറോൺ ഡിസീസുകളിൽ, പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്സുകളിൽ, ഇൻഫെർട്ടിലിറ്റി, പിന്നെ ഗൗട്ട്, ആർത്രൈറ്റിസ്, ഈ എല്ലാ കണ്ടീഷനിലും നമ്മൾ വസ്തി കൊടുത്തു കഴിഞ്ഞാൽ വസ്തിക്ക് നല്ലൊരു ഇഫക്റ്റാണ് ആയുർവേദത്തിൽ കാണുന്നത്. ഇതിൽ 4ാമത്തെ പ്രൊസീജിയറാണ് നസ്യം. ശിരശോധനത്തിനാണ് നമ്മൾ നോർമലി നസ്യം പ്രൊസീജിയർ ചെയ്യുക. ശിരോരോഗങ്ങളിൽ കൂടുതലായിട്ട് ക്രോണിക് സൈനസ് ഇഷ്യൂസ്, ക്രോണിക് ഹെഡ് ഏക്സിൽ, പിന്നെ ഫേഷ്യൽ പാരാലിസിസ്, ഊർജ്ജചത്രുഗതമായിട്ടുള്ള എല്ലാവിധ വികാരങ്ങളിലും നമ്മൾ നസ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യും. രക്തമോക്ഷം അഥവാ ദുഷിച്ച രക്തം കുത്തിക്കളയുന്ന ചികിത്സയാണ് പഞ്ചകർമ്മ പ്രൊസീജിയറിൽ അവസാനമായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് അൾസേഴ്സിൽ, സ്കിൻ ഡിസീസസിൽ, പിന്നെ ഗൗട്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതിലൊക്കെയാണ് നമ്മൾ രക്തമോക്ഷം കൊടുക്കുക. ഈ എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും നമ്മൾ ദുബായിലുള്ള നമ്മൾ പഞ്ചകർമ്മ ആയുർവേദ സെൻറ്റർ, ദുബായ്, അൽനാദ 2 ബ്രാഞ്ചിലും നമ്മൾ അതിൻ്റെ തനതായ രീതിയിൽ നാട്ടിൽ കൊടുക്കുന്ന അതേ എല്ലാ ചികിത്സകളും ഇവിടെ 2 ക്ലിനിക്സിലും ലഭ്യമാണ്.
ശരീരശുദ്ധിക്കായി ആയുർവേദത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചകർമ്മയുടെ വമനം എന്ന ചികിത്സാവിധിയാണ് നമ്മളിന്ന് കണ്ടത്. ആയുരാരോഗ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.